കല്യാണത്തിന് സ്വർണം ഇപ്പം മാം പറഞ്ഞതുപോലെ തന്നെ കല്യാണത്തിന് സ്വർണം ഡ്യൂപ്ലിക്കേറ്റ് സ്വർണം ഇട്ട് ഫോട്ടോ എടുക്കുന്നു കല്യാണം നടത്തുന്നു. എവിടെ നിന്നാണ് നമുക്ക് ആ കൺസെപ്റ്റ് വരുന്നത്? കല്യാണം എന്ന് പറയുമ്പോ പെൺകുട്ടി ഇങ്ങനെ വേഷം ഇങ്ങനെ സോഷ്യൽ ടാബു. യെസ്, ആരാണ് പറഞ്ഞത് സ്വർണം അണിഞ്ഞാൽ മാത്രമേ പോകാൻ കല്യാണത്തിന് സ്വർണം വേണം? കോടതിയിൽ പോയിട്ട് കള്ള കേസ് കൊടുത്ത് അലിമണി വാങ്ങാമെന്നുള്ള ഉറച്ച ഉത്തമ വിശ്വാസത്തില് ഈ മുക്കുപണ്ട ആഭരണത്തിന്റെ ഫോട്ടോ കാണിച്ചിട്ട് 100 പവൻ സ്വർണത്തിന് കോടതിയിൽ നിന്ന് ജഡ്ജിമാന്റ് വാങ്ങിയ എന്റെ ഭാര്യയുടെ ഭർത്താവാണ് ഇരിക്കുന്നത്. കേട്ടോ, നമ്മള് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ വിവാഹമോചനം നടത്തി അലോപനി വാങ്ങണം എന്ന് വിചാരത്തോടു കൂടിയാ കല്യാണം കഴിക്കുന്നത്. അത് ശരിയല്ല, ശരിയല്ല. പല കാര്യങ്ങൾ തെളിഞ്ഞു വരുന്നത് അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു താങ്കളെ ഒരു സംശയത്തോടാണോ താങ്കൾ കല്യാണം കഴിച്ച ജീവിതത്തിൽ? അല്ലല്ല, ഒരു മിനിറ്റ് സാർ പ്രത്യേകം നോട്ട് ചെയ്യണം. ഈ കേരളത്തിൽ ഉൾക്കൊള്ളുന്ന ഈ കേരളത്തിൽ ഞാനായാലും സാറായാലും മറ്റൊരു പുരുഷനായാലും വിവാഹം കഴിക്കുമ്പോൾ അപ്പൊ ആദ്യം മനസ്സിൽ കരുതുന്നത് ഈ ലോകത്ത് ഒരു സ്ത്രീക്ക് ആര് കൊടുക്കുന്നതിനേക്കാളും നല്ല ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ, ആര് കൊടുക്കുന്നതിനേക്കാളും നല്ലൊരു പാർപ്പിടം കൊടുക്കാൻ പറ്റുമോ, ആര് കൊടുക്കുന്നതിനേക്കാളും നല്ലൊരു സുഖവും സന്തോഷമായ ജീവിതം കൊടുക്കാൻ പറ്റുമോ, അത് എനിക്ക് കൊടുക്കണം എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി കണക്കെല്ലാം ഭാര്യയോട് പറഞ്ഞു കാണും. തീർച്ചയായും പറഞ്ഞു. ഭാര്യക്ക് ഭക്ഷണം കൊടുത്ത് കല്യാണം കഴിപ്പിക്കേണ്ട കാര്യമൊക്കെ കാലം കഴിഞ്ഞു പോയി. കാലത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. ആ ഒരു പുരുഷൻ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ അവന്റെ ചിന്താഗതിയാണ് ഞാൻ പറഞ്ഞത്. ഒരു സ്ത്രീക്ക് അതേപോലെ ചിന്താഗതി ഉണ്ടാ. അവരെ സ്നേഹിക്കാനും അവരെ അല്ല ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് അങ്ങനെയാണ്. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് സ്നേഹവും കരുതലും അവരെ കേൾക്കാനുള്ള മനസ്സും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഈഗോ, രണ്ടുപേർ തമ്മിലുള്ള പ്രശ്നം വരുമ്പോ പരസ്പരം സ്നേഹിക്കാനും അവര് ഒരാൾ താഴ്ന്നു കൊടുക്കാനും തയ്യാറായി കഴിഞ്ഞാൽ 80% കുടുംബജീവിതം സക്സസ് ആവുന്നതാണ് എന്റെ അഭിപ്രായം. വിവാഹമോചനം കൂടാനുള്ള കാരണം എന്താ എന്നാണല്ലോ നമ്മൾ ആക്ച്വലി ഇത് എന്താണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പലരും തടയാനുള്ള നിങ്ങൾ വിവാഹമോചിതരായ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ സാരഥിയാണ് നിങ്ങൾ. അതിന്റെതല്ല ഞങ്ങൾ പറഞ്ഞതിൻ്റെതല്ല. ഞാൻ എന്താന്ന് പറയണേ ഞാൻ പറയാം. വിവാഹമോചിതരായതും വിവാഹത്തിലൂടെ സ്ത്രീകൾ മാത്രല്ല എല്ലാരും അനുഭവിക്കുന്നുണ്ട്. ഇത് തുടങ്ങിയത് എന്താ വെച്ചാൽ വിവാഹമോചനത്തിലൂടെ കടന്നു പോകുന്ന ചേട്ടനാണെങ്കിലും എനിക്കാണെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവും. ആരുടെ തെറ്റാ എന്നുള്ളതല്ല, മാനസിക പ്രശ്നങ്ങൾ ഭയങ്കര മുറിവാണ്, ഭയങ്കര വിഷമാണ്. നമ്മളൊരു ഭയങ്കര പ്രതീക്ഷയോടെ ഒരു വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ ഇങ്ങളാണെങ്കിലും ഇതിൽ വിവാഹമോചനത്തിലുള്ളവർക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര വിഷമം ഉണ്ടാവും. ആ വിഷമത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് ഒരു പരസ്പരം കൂടെ ഇരുന്ന് യു ആർ നോട്ട് എലോൺ, നമ്മൾ കൂടെ ഉണ്ട്. എൻ്റെ കുടുംബത്തിൽ ചിലപ്പോൾ ഞാൻ മാത്രമേ ഇരിക്കൂ വിവാഹമോചനം. ഞാൻ ഒരു പെണ്ണായതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ എതിർത്ത് കേൾക്കല്ല. ഞാനൊരാണാണെങ്കിലും മോചനത്തിലൂടെ പോകുന്നതുകൊണ്ട് ഞാൻ അനുഭവിക്കുന്ന ഭയങ്കര മാനസിക വിഷമങ്ങളുണ്ട്. ഇതൊക്കെ സഹിച്ച് നമ്മൾ ഡിവോഴ്സ് ആയി കഴിഞ്ഞ് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ കേൾക്കണം. ഈ കേൾക്കണതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു നമ്മളുണ്ട് കൂടെ, ഒറ്റക്കല്ല. എനിക്ക് ബ്രേക്ക് ഫ്രീ സ്റ്റോറീസ് എന്ന് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഇതൊരു മൂവ്മെൻ്റ് ആണ്. ഡിവോഴ്സ് എന്നുള്ളത് ഒരു മാനക്കേടല്ല, നമ്മളൊരു ഒരു മുറിവാണ്. ആ മുറിവ് ഉണങ്ങണം. ആ മുറിവിലോ ഡിവോഴ്സ് ആവാത്തവരെന്താ അറിയോ, ആവാത്തവരല്ല കേട്ടോ, സന്തോഷമില്ലാത്ത വിവാഹത്തിൽ നിന്ന് ഡിവോഴ്സ് ആവാത്തവര് ഈ മുറിവും വെച്ച് ഇങ്ങനെ ജീവിക്കുക. എന്നിട്ട് അതും വെച്ച് പോവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.